أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصافات صفا فالزاجرات زجرا فالتاليات ذكرا إن إلهكم لواحد رب السماوات والأرض وما بينهما ورب المشارق. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1537 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37ാമത്തെ അധ്യായമായ സൂറത്ത് സാഫാത്തിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാഫാത്തി സഫ്ഫ ഫസ്സാജിറാത്തി സജ്റാ ഫത്താലിയാത്തി ദിക്റാ ഇന്ന ഇലാഹക്കും ലവാഹിദ് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്തു സ്വാഫാത്തിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ദൗത്യ നിർവഹണ കാലത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിൽ അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തു സ്വാഫാത്ത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടായി. 182 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ 182 ആയത്തുകളുള്ള എന്നാൽ അത്രയൊന്നും ദൈർഘ്യമുള്ളതല്ലാത്ത ആയത്തുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ഈ വലിപ്പം കാണുക. അങ്ങനെയുള്ള ഒരു സൂറത്താണ് നമ്മൾ ഇന്ന് അതിന്റെ ആയാത്തുകളുടെ പഠനം ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ 5 ആയത്തുകൾ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളിലേക്ക് നമുക്ക് അവയുടെ ആശയതലങ്ങളിലേക്ക് കടക്കാം. വസ്വാഫാത്തി സൊഫ, സൊഫായി അണിയണിയായി നിലക്കൊള്ളുന്നവയാണ് സത്യം. അല്ലാഹു സൊഫായിട്ട് അണിയണിയായി നിരനിരയായി തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു കാര്യം സാക്ഷ്യം ചെയ്ത് പറയുന്നത്. വസ്വാഫാത്തി സൊഫ. ഈ സോഫാത്തും സൊഫും 2 പദങ്ങളും ഒരേ റൂട്ടിൽ നിന്നുള്ളതാണ്. ഒന്ന് അണിയണിയായി നിൽക്കുന്നവർ എന്ന ഒരു സൂചനയാണ് ആദ്യത്തേത്. സൊഫ് എന്ന് പറഞ്ഞാൽ അണിയും. നമുക്കറിയുന്ന നമുക്ക് പരിചയമുള്ള പദമാണ് രണ്ടാമത്തേത്. നമസ്കാരത്തിനൊക്കെ സൊഫ് ശരിയാക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മളെല്ലാവരും പിന്തുടരുന്നതാണ്. അപ്പോ വസ്സോഫാത്തി സൊഫ, ഇവിടെ തുടക്കത്തിലുള്ള വാവ് അതൊരു ഖസമാണ് എന്ന് കാണിക്കുന്ന വാവാണ്. ഖസം നമ്മൾ വല്ലാഹി എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരു ശപഥം അല്ലെങ്കിൽ സത്യം ചെയ്ത് പറയൽ, ആണയിട്ട് പറയൽ, അത് കാണിക്കുന്ന ഒരു പദമാണ് അറബി ഭാഷയിൽ ഈ തുടക്കത്തിലുള്ള വാവ്. വസ്സോഫാത്തി സൊഫ, സൊഫായി അണിയണിയായി നിരനിരയായി സജ്ജരായി നിൽക്കുന്നവയാണ് സത്യം. ഫസാജിറാത്തി സജ്റ, കഠിനമായി ശക്തമായി വിരട്ടുന്നവയാണ് സത്യം. സജറ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക, ഓടിക്കുക, ഭയപ്പെടുത്തി ഓടിക്കുക എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പൊ ഇതും
വസ്സാഫാത്തി സൊഫ എന്ന് പറഞ്ഞ അതേ രീതിയിലാണ് വ്യാകരണപരമായിട്ട് ഇതിന്റെ ഘടന എന്നുള്ളത് കാണാൻ കഴിയും. ഫസാജിറാത്തി സജിറ. സാജിറാത്ത് എന്ന് പറഞ്ഞാല് ഭയപ്പെടുത്തി ഓടിക്കുന്ന, വിരട്ടി ഓടിക്കുന്ന ആളുകൾ. പ്രത്യേകിച്ച് മുഅന്നസാണ്, ഫെമിനിൻ ജെൻഡറാണ് അത് സൂചിപ്പിക്കുന്നത്. ഫസാജിറാത്തി സജിറ, വിരട്ടി ഓടിക്കുന്നവയാണ് സത്യം. ഫത്താലിയാത്തി ദിക്ര, തുടർന്ന് സാരോപദേശങ്ങളും ഉത്ബോധനവും ഒക്കെ നൽകുന്നവയാണ് സത്യം. ഫത്താലിയാത്തി ദിക്ര. താലിയാത്ത് എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്നവർ എന്നാണ് അർത്ഥം. ആ പദത്തിന്റെ സൂചന അതാണ്. തുടർന്ന് ദിക്റുമായി വരുന്നവർ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ അണി അണിയായി, നിരനിരയായി സജ്ജരായി നിൽക്കുന്നവർ, വിരട്ടി ഓടിക്കുന്നവർ, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഓടിക്കുന്നവർ, അതുപോലെ തുടരെ വന്ന് ഓർമ്മപ്പെടുത്തുകയോ ഉത്ബോധനം നടത്തുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നവർ. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ 3 കാറ്റഗറീസിലുള്ള ചിലരെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. 3 വിഭാഗങ്ങൾ. ഈ 3 വിഭാഗം എന്താണ് എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് തന്നെ ആയാലും 3 വിഭാഗങ്ങളുണ്ട് ഇവിടെ. ഒന്ന് സജ്ജരായി, അണിയണിയായി തയ്യാറായി ഒരുങ്ങി നിൽക്കുന്നവർ. രണ്ടാമത്തത് വിരട്ടി ഓടിക്കുന്നവർ, ഭയപ്പെടുത്തി വിരട്ടി ഓടിക്കുന്നവർ. മൂന്നാമത്തേത് തുടരെ വന്ന് അല്ലെങ്കിൽ അതിനെ തുടർന്ന് വന്ന് ദിക്ർ ചെയ്യുന്നവർ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ്, ഉപദേശമാണ്, സാരോപദേശമാണ്, അതൊക്കെ ചെയ്യുന്നവർ. അപ്പൊ 3 വിഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് അല്ലാഹു വളരെ സുപ്രധാനമായ ഒരു കാര്യം പ്രസ്താവിക്കുന്നത്. ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ, അത് ഒരേ ഒരുവനാണ്. യാതൊരു സന്ദേഹവും സംശയവും ആശയക്കുഴപ്പവും ഒന്നും വേണ്ട. നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ മഅബൂദ്, അത് ഒരേ ഒരു ഇലാഹാണ്, ഒരേ ഒരുവൻ മാത്രം. ഇന്ന ഇലാഹക്കും ലവാഹിദ്. ആരാണവൻ? റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണവൻ. വമാ ബൈനഹുമ, അവയ്ക്കിടയിലുള്ളതിൻ്റെയും. ആകാശങ്ങൾ, വാനലോകം, ഭൂമി, അവയ്ക്കിടയിലുള്ള സകലതും, ഇതിന്റെ ഒക്കെയും റബ്ബാണ് ഈ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഏകനായ ഒരേ ഒരുവനായ ഇലാഹ്. വറബ്ബുൽ മശാരിഖ്, അവൻ ഉദയസ്ഥാനങ്ങളുടെയും നാഥനാണ്, ഉദയസ്ഥാനങ്ങളുടെയും ഉടമയാണ്. മശ്രിഖ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ഇടം എന്നാണ് അർത്ഥം. അതിന്റെ ബഹുവചനാണ് മശാരിഖ്, ഉദയസ്ഥാനങ്ങൾ. മശ്രിഖ് എന്നതിന് സൂര്യൻ ഉദിക്കുന്ന ഇടം കിഴക്ക് എന്ന് പറയുന്നത് കൊണ്ട് മശ്രിഖിന് കിഴക്കും മശാരിഖിന് കിഴക്കുകളും എന്ന് വേണമെങ്കിൽ പറയാം. റബ്ബുൽ മശാരിഖ്, അവൻ കിഴക്കുകളുടെ അല്ലെങ്കിൽ ഉദയസ്ഥാനങ്ങളുടെ നാഥനാണ്, ഉടമസ്ഥനാണ്. നാഥൻ എന്ന് പറയുമ്പോൾ അവയൊക്കെയും അവൻ്റെതാണ്, അവന്റെ നിയന്ത്രണത്തിലും അവന്റെ കൽപ്പനാധികാരത്തിലും ഒക്കെയുള്ളതാണ് ഈ റബ്ബുൽ മശാരിഖ് എന്നതിന്റെ സൂചന നൽകുന്നത്. ഈ മശാരിഖുകളൊക്കെയും അവൻ്റെതാണ്, അവന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ് എന്നതാണ്. 5 ആയത്തുകളാണ് നമ്മളിവിടെ പഠന വിധേയമാക്കുന്നത്. സൂറത്തു സ്വാഫാത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ.
അള്ളാഹു ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി ഇവിടെ 3 സംഘങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. 3 സംഘങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സത്യപ്പെടുത്തി ശപഥവാക്യം എന്ന നിലക്ക് അവയെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം ഇതാണ്: ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരുവനാണ്, ഒരുവൻ മാത്രം. എന്നിട്ട് ആ ഒരേ ഒരുവന്റെ വിശദീകരണമാണ് തുടർന്നുള്ള 5-ാമത്തെ ആയത്തിൽ അള്ളാഹു നൽകുന്നത്. റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമയായ, നാഥനായ, അധിപനായ, അധികാരിയായ, നിയന്ത്രകനായ അള്ളാഹു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും മാത്രമല്ല, അവയ്ക്കിടയിലുള്ള സകലതിന്റെയും, ഈ പ്രപഞ്ച സാകല്യത്തിന്റെ റബ്ബ്, അതാണ് നിങ്ങളുടെ ഇലാഹായ ഒരേ ഒരുവൻ. അവൻ റബ്ബുൽ മശാരിഖുമാണ്. റബ്ബുൽ മശാരിഖ്, ഉദയസ്ഥാനങ്ങളുടെ നാഥനുമാണ്, റബ്ബുമാണ്. അപ്പോ ഈ ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ആദ്യത്തെ 3 ആയത്തുകളിലായിട്ട് അള്ളാഹു ശപഥവാക്യമായിട്ട് പരാമർശിക്കുന്ന 3 സംഘങ്ങളുണ്ട്. എന്താണത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. മിക്കവാറും എല്ലാ മുഫസ്സിറുകളും ഇതിനെ 3 വ്യത്യസ്തമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന മലക്കുകളായിട്ടാണ് വിശദീകരിക്കുന്നത്. വസ്വാഫാത്തി സ്വഫ എന്നതിൽ പരാമർശിക്കുന്ന സജ്ജരായി, അണിയണിയായി, നിരനിരയായി തയ്യാറായി നിൽക്കുന്ന മലക്കുകൾ. ഈ പ്രപഞ്ച സംവിധാനം അള്ളാഹു വേണ്ട വിധത്തിൽ പ്രവർത്തനക്ഷമമാക്കുന്നത് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കാര്യങ്ങളുടെയും വ്യത്യസ്തമായ ചുമതലകള് മലക്കുകളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. കാറ്റും മഴയും ഇടിയും മിന്നലും വേനലും സമൃദ്ധമായ നല്ല കാലാവസ്ഥയും ഒക്കെ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ, അതുപോലെ മഴ വർഷിക്കുന്നത്, ഭൂമിയിൽ അത് പ്രവർത്തനക്ഷമമാവുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കുന്നത് അവന്റെ മലക്കുകൾ മുഖേനയാണ്, അവന്റെ ഉദ്യോഗസ്ഥന്മാരാണ് മലക്കുകൾ എന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആന്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യനെ മരിപ്പിക്കുന്നതിന് വരെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും യഥാസമയം കേട്ട് കൃത്യമായി അനുസരണയോടെ അവ നടപ്പിലാക്കുന്ന, എന്തിനും സജ്ജരായി നിൽക്കുന്ന അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ മലക്കുകൾ. അതുകൊണ്ടാണ് അവരെ ഈ ആദ്യത്തെ ആയത്തില് വസ്വാഫാത്തി സ്വഫ എന്ന വിധത്തിൽ വിവരിച്ചിരിക്കുന്നു. അവര് അണിയണിയായി, നിരനിരയായി, സജ്ജരായിട്ട് നിലകൊള്ളുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന എപ്പോ വരുന്നോ അപ്പോ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ ആ സന്നദ്ധതയും സജ്ജമായി നിൽക്കലും. ഇസ്രാഫീൽ എന്ന മലക്കിനെ പരാമർശിച്ചത് നമ്മൾ സൂറത്ത് യാസീനില് ഒരു ഘട്ടത്തില് ഇസ്രാഫീൽ മലക്കിനെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. കാഹളത്തില്, സൂറില് ഓതുന്ന ദൗത്യം നിർവഹിക്കുന്നത് ഇസ്രാഫീലാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത് ഏത് നിമിഷമാണോ ആ നിമിഷം അത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടാണ് ഇസ്രാഫീൽ കാഹളത്തില്, സൂറില് അതിന്റെ വായ വെച്ചുകൊണ്ട് ഒരു നിമിഷം പോലും വൈകരുത് എന്ന നിലക്ക് അതിന് തയ്യാറായി നിൽക്കുന്ന
വിധത്തിൽ അതിനെക്കുറിച്ച് ഹദീസുകളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ മലക്കുകളുടെ കർമ്മ സന്നദ്ധതയാണ്, അവരുടെ സേവന സന്നദ്ധതയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ പ്രപഞ്ച സംവിധാനത്തിൽ അസംഖ്യം കാര്യങ്ങൾ അള്ളാഹു മലക്കുകളെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന് മേൽനോട്ടം വഹിക്കാൻ, അതിന്റെ സമയകൃത്യതയോടുകൂടി ഓരോന്നും നടപ്പിലാക്കാൻ, ആ വിധത്തിലാണ് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കപ്പെടുന്നത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന. ഹദീസുകളിലും ഇക്കാര്യം വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ വസ്സോഫാത്തി സൊഫ, എന്തിനും സന്നദ്ധരായി സജ്ജരായി ഒരുങ്ങി നിൽക്കുന്ന മലക്കുകളെയാണ് അണിയണിയായി നിരനിരയായി അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുന്ന മുറക്ക് അത് നടപ്പിലാക്കാൻ സജ്ജരായി നിൽക്കുന്ന മലക്കുകളെയാണ് അള്ളാഹു പരാമർശിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗം ഫസാജിറാത്തി സജ്റ എന്നാണ്. ചിലര് ഇതിന് നൽകിയിട്ടുള്ള വിശദീകരണം മേഘങ്ങളെ വിരട്ടി ഓടിച്ച് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുകൾ എന്നൊരു വിശദീകരണമാണ് ചിലർ നൽകുന്നത്. എന്നാൽ അതിനേക്കാൾ സാധ്യതയുള്ളത് മനുഷ്യനുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യം നിർവഹിക്കുന്ന മലക്കുകൾ എന്ന നിലക്കാണ് വേറെ പ്രമുഖനായ ഒരു വ്യാഖ്യാതാവ് വിശദീകരിക്കുന്നത്. ഈ രണ്ടാമത്തെ അർത്ഥത്തില് മനുഷ്യർക്ക് അവരെ ഭയപ്പെടുത്തുകയും വിരട്ടുകയും അവരെ ചില കഠിനമായ അനുഭവങ്ങളിലൂടെ കടത്തിവിടുകയും ചെയ്തുകൊണ്ട് അവരിൽ ചിന്താപരമായ ഒരു ഉണർവ് ഉണ്ടാക്കുന്ന, കാര്യങ്ങളെ തിരിച്ചറിയുന്ന വിധത്തില് ഒരു ആലോചനയുള്ളവരാക്കി മാറ്റുന്ന ഒരു കാര്യം പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് പ്രകൃതിപരമായ എന്തെങ്കിലും വിപത്താവാം, ഒരു അപകടമാവാം, ഒരു ഇടിമിന്നലോ അല്ലെങ്കിൽ മേഘഗർജനം പോലെയുള്ളതോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി വിപത്ത്, വേറെ ഭൂമി കുലുക്കം പോലെയുള്ളത്, അതുപോലെ ഇപ്പൊ നമ്മുടെ ഈ സുനാമിയൊക്കെ പോലെയുള്ള സംഗതികള്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ അവന്റെ അരക്ഷിതാവസ്ഥ ബോധ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ കാരുണ്യവും കൃപയും സംരക്ഷണവും ഇല്ലെങ്കിൽ അവൻ എന്തുമാത്രം അരക്ഷിതനാണ് എന്ന ബോധമുണർത്തുന്ന സംഭവങ്ങൾ പലതും മനുഷ്യ ജീവിതത്തിലുണ്ട്. ഈ സംഗതികൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യനെ ചിന്തയുള്ളവനായി, ആലോചനയുള്ളവനായി, കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന വിധത്തിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും സന്നദ്ധതയൊക്കെ ഉള്ളവരായി മാറ്റുന്ന വിധത്തില് അവരെ ആ വിധത്തിലുള്ള ഒരു വിരട്ടലിന് വിധേയമാക്കുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ ചെയ്യുന്നുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യനിൽ ചിന്ത ഉണർത്തുന്ന വിധത്തിൽ അവരെ ഈ പ്രകൃതിപരമായ പല നടപടികളിലൂടെയും അല്ലെങ്കിൽ വല്ല അപകടങ്ങൾ, രോഗങ്ങൾ പോലെയുള്ള സംഗതികളിലൂടെയൊക്കെ മനുഷ്യനിൽ ആലോചനയും ചിന്തയും ഉണ്ടാക്കുന്ന വിധത്തിൽ അവരെ വിരട്ടുന്ന ഒരു കാര്യം നിർവഹിക്കുന്ന മലക്കുകളെയാണ് അള്ളാഹു ഈ ഫസാജിറാത്തി സജ്റ എന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന വിശദീകരണം. ഫത്താലിയാത്തി ദിക്റ, മൂന്നാമത് പറയുന്നത് മലക്കുകളുടെ വേറെ ഒരു ദൗത്യമാണ്. മനുഷ്യനിൽ ഉത്ബുദ്ധത ഉണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല കാര്യങ്ങളും നിർവഹിക്കുന്ന മലക്കുകളുണ്ട്. പ്രവാചകന്മാർക്ക് വെളിപാട് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകൾ,
അതുപോലെ ദൈവിക വചനങ്ങള് പ്രവാചകന്മാരെ ഓതിക്കേൾപ്പിക്കുന്നവര്, മനുഷ്യരിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ചില അസാധാരണത്വമുള്ള ഒരു ബോധം ഉണർത്തുന്ന വിധത്തിൽ ചില ഇൽഹാമുകൾ നൽകുന്നത്, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ വളരെ യാദൃച്ഛികമായിട്ട് മനുഷ്യന്റെ ശ്രദ്ധ ഉടക്കി പോകുന്ന വിധത്തിലുള്ള ചില ബോധം ഉണരല്, ഇങ്ങനെ പല സംഗതികളും ജീവിതത്തിൽ ഉത്ബുദ്ധത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചില ഇടപെടലുകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ഫലത്തില് ഉത്ബോധനമോ അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉണർത്തലോ ഒക്കെയായി മാറുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന മലക്കുകൾ പ്രവാചകന്മാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദിവ്യ വെളിപ്പാടുകൾ ഉൾപ്പെടെയുള്ള മനുഷ്യനെ ഉത്ബുദ്ധതയുള്ളവരാക്കി മാറ്റുന്നതിന്, അവരെ കാര്യങ്ങളെക്കുറിച്ച് ഉണർവോടുകൂടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന മലക്കുകൾ. ഇങ്ങനെ 3 വ്യത്യസ്തമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന മലക്കുകളുടെ സംഘങ്ങളെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അവയെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഇവിടെ പ്രസ്താവിക്കുന്നത് എന്നതാണ് ഈ ആയാത്തുകളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ 3 വ്യത്യസ്ത സംഘങ്ങളായ മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് അവയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം, ഇന്ന ഇലാഹക്കും ലവാഹിദ്, ഈ പ്രപഞ്ച സംവിധാനം താനെ ഉണ്ടായതോ താനെ നിലനിന്നു പോകുന്നതോ താനെ നിർവഹിക്കപ്പെടുന്നതോ ആയ ഒരു സംഗതിയല്ല. അവയ്ക്ക് കൃത്യമായ ചുമതല ഏൽപ്പിക്കപ്പെട്ട ചില ആളുകളുണ്ട്, അവയുടെ ചുമതലകൾ നിർവഹിക്കാനും അവയുടെ നിയന്ത്രണം കൈകാര്യം ചെയ്യാനും ഒക്കെയായിട്ട്. അത് ഇവിടെ പരാമർശിക്കപ്പെട്ട സോഫാത്തും സാജിറാത്തും താലിയാത്തും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അത് നിങ്ങൾക്ക് നൽകുന്ന വളരെ വ്യക്തമായ ഒരു വെളിപ്പെടുത്തല്, ഇന്ന ഇലാഹക്കും ലവാഹിദ്, ഇതൊക്കെയും ഏകനായ പരമാധികാരിയായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ ആജ്ഞപ്രകാരം നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ മഅബൂദ് അത് ഏകനായ അള്ളാഹു മാത്രമാകും, ഏകനായ ഒരുവൻ മാത്രമാകും. ഈ കാര്യത്തിനുള്ള പ്രത്യക്ഷമായ നിങ്ങൾക്കുള്ള തെളിവാണ് സോഫാത്തും സാജിറാത്തും താലിയാത്തും. ഈ സോഫാത്തിനെയും സാജിറാത്തിനെയും താലിയാത്തിനെയും പല ദൈവങ്ങളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂലോകം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ അധിവാസത്തിന് പറ്റിയതാകുമായിരുന്നില്ല. കാര്യങ്ങളെ വളരെ കൃത്യതയോടെയും ശരിയായ വിധത്തിലുമൊക്കെ ഇവിടെ നിർവഹിക്കപ്പെടുകയും മനുഷ്യന് ഇവിടെ ജീവിതം സാധ്യമാവുകയും ചെയ്യുന്നതിന്റെ കാരണം ഈ പ്രപഞ്ച സംവിധാനത്തിനെ നിയന്ത്രിക്കുന്ന സോഫാത്തും സാജിറാത്തും താലിയാത്തും ഈ 3 വിഭാഗത്തിൽപ്പെട്ട മലക്കുകളും ഏകനായ ഇലാഹിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നവരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു കാര്യം, ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരുവനാണ് എന്നതാണ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ, ആ ഒരേ ഒരു നാഥൻ ആരാണ്? അത് റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും നാഥനാണ് എന്ന് പറഞ്ഞാൽ അത് അവയുടെ ഒക്കെ കാര്യത്തില് അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഉള്ളത്, ഉത്തരവാദിത്വ ബോധമുള്ളത്, അവയെ നിയന്ത്രിക്കുന്നത്, അവയുടെ മേൽനോട്ടം വഹിക്കുന്നത്, അവയുടെ ഒക്കെ ഉടമസ്ഥതയുള്ളത്
ഒക്കെയും തന്നെ ഈ ഏകനായ ഇലാഹാണ്. അവന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകം മുഴുവനും. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും ഒക്കെയും അവന്റെ ഉടമസ്ഥതയിലും അധീനതയിലും നിയന്ത്രണത്തിലും രക്ഷാകർതൃത്വത്തിലും ഒക്കെയാണുള്ളത്. എന്നിട്ട് അള്ളാഹു പരാമർശിക്കുന്ന റബ്ബുൽ മശാരിഖ്, ഉദയസ്ഥാനങ്ങളുടെയും നാഥനാണ് അവൻ. ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങള് വിശുദ്ധ ഖുർആൻ ഇത്തരം തശാബുഹു അടങ്ങിയിട്ടുള്ള ആയത്തുകളിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ എക്സ്പ്ലോർ ചെയ്ത് അതിന്റെ സകല തലങ്ങളെയും പഠന വിധേയമാക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന ധാരാളം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ട്. അവയിലേക്ക് ചില സൂചന വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒരെണ്ണമാണിത്. വിശുദ്ധ ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് ആളുകൾക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. റബ്ബുൽ മശാരിഖ്, ഉദയസ്ഥാനങ്ങളുടെ നാഥൻ എന്ന്. സൂര്യോദയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മശ്രിഖ് എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന ഇടത്തിനാണ്. പക്ഷെ സൂര്യൻ പൊതുവെ നമ്മൾ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് ഒരേ ഒരു സ്പോട്ടിൽ നിന്നല്ല എന്നതാണ് സൂര്യന്റെ ചലനത്തെ നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടാം. അതിന് വലിയ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പ്രപഞ്ചത്തെ വിലയിരുത്തുമ്പോൾ തന്നെ ഓരോ നാളും, യഥാർത്ഥത്തിൽ ഓരോ നാളും എന്ന് പറഞ്ഞൂടാ, ഓരോ നിമിഷവും തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് ഈ ഉദയം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ നാട്ടില് സൂര്യോദയം ഉണ്ടാവുന്ന സമയത്തല്ല, കുറച്ചപ്പുറത്തുണ്ടാവുന്നത്. അപ്പൊ ഈ സമയവ്യത്യാസം പോലെ തന്നെ അതിന്റെ സ്പോട്ടും അതിന്റെ സ്ഥാനവ്യത്യാസവും സംഭവിക്കുന്നുണ്ട്. ഭൂമിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ചെരിവാണ്. വ്യത്യസ്ത പോയിന്റുകളിലായിട്ടാണ് സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്. ഭൂമി ഒരു പ്രത്യേക ആംഗിളിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമായിട്ട് ഭൂമിയില് വ്യത്യസ്ത പോയിന്റുകളിലായിട്ട്, വ്യത്യസ്ത സ്പോട്ടുകളിലായിട്ടാണ് സൂര്യന്റെ അപ്പിയറൻസ്, സൂര്യന്റെ ഉദയം അനുഭവപ്പെടുക. ഇത് ശാസ്ത്രീയമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ്. സൂര്യന്റെ ഉദയസ്ഥാനം എന്നത് എല്ലാ ദിവസവും ഒരേ സ്പോട്ടിലല്ല. അപ്പോൾ വ്യത്യസ്തമായ സ്പോട്ടുകളിലായിട്ടാണ് സൂര്യൻ അങ്ങനെ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അപ്പിയറൻസ് നടത്തുന്നത്. ഈ വ്യത്യസ്തമായ സ്പോട്ടുകളെയാണ് ഈ മശാരിഖ് എന്ന പ്രയോഗം, ഉദയസ്ഥാനങ്ങൾ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ഭൂപ്രദേശത്ത് സൂര്യൻ ഉദിക്കുന്ന ഇടത്തല്ല ലോകത്ത് വേറെ പലർക്കും സൂര്യൻ ഉദിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ രണ്ട് പാതിയില്, രണ്ട് ഹെമിസ്ഫിയറുകളില് അത് അനുഭവപ്പെടുന്നത് വ്യത്യസ്തമായ ഇടങ്ങളിലായിട്ടാണ് എന്നതിൽ സംശയമൊന്നുമില്ല. പൗരാണിക കാലത്ത് തന്നെ അത് മനുഷ്യന് മനസ്സിലായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള വിധത്തില് ഓരോ നാട്ടിലും ഓരോ ദിവസവും വ്യത്യസ്തമായ സ്പോട്ടുകളിലായിട്ടാണ് സൂര്യന്റെ ഉദയം ഭൂമിയിൽ നിന്ന് അനുഭവപ്പെടുക എന്നതാണ് ശാസ്ത്രം വെളിപ്പെടുത്തുന്ന വസ്തുത. അത് സൂര്യന്റെ കറക്കവും ഭൂമിയുടെ ഒരു പ്രത്യേക ആംഗിളിലുള്ള ടിൽറ്റിങ്ങും ആ ചെരിവും, ഇത് രണ്ടും ചേർന്ന് വരുമ്പോഴാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്രക്രിയയില്
സൂര്യൻ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞതിന് ശേഷം നേരം പുലരുമ്പോ വീണ്ടും നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്ന ആ പ്രക്രിയ, അതിനാണ് നമ്മൾ ഉദയം എന്ന് പറയുന്നത്. അത് അനുഭവപ്പെടുന്ന സ്പോട്ടുകൾ ഭൂമിയിൽ കിഴക്കൻ ചക്രവാളത്തില് ഒരേ ഇടത്തിലല്ല, അത് മാറി 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 വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടുകളിലാണ് എന്നതാണ് ശാസ്ത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം. വിശുദ്ധ ഖുർആൻ ഈ ഒരു പ്രതിഭാസത്തിലേക്കാണ് ഇവിടെ സൂചന നൽകുന്നത് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. വറബ്ബുൽ മശാരിഖ് എന്ന് പറയുന്നത്. ഇനി അതിനപ്പുറത്തേക്കും ചില സാധ്യതകളൊക്കെ ഉണ്ട്. വ്യത്യസ്തമായ നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ സൂര്യനെ പോലെയുള്ള ഗോളങ്ങളുടെ ഉദയങ്ങളെ പരാമർശിക്കുന്നതായിട്ട് വേണമെങ്കിൽ അതിനെ പഴയ കാലത്ത് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പോ മശ്രിഖ് എന്നത് സൂര്യന്റെ ഉദയം ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഉദയസ്ഥാനമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, സൂര്യന്റെ ഉദയം എല്ലാ ദിവസവും ഭൂമിയിൽ അനുഭവപ്പെടുന്നത് ഒരേ സ്പോട്ടിലല്ല. ഒരേ ഇടത്ത് ഉള്ള ആളുകൾക്ക് പോലും ഒരേ സ്പോട്ടിലായിട്ടല്ല അത് അനുഭവപ്പെടുക. വ്യത്യസ്തമായ സ്പോട്ടുകളിലായിട്ട് മാറി മാറി അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേ പോകുന്ന ഒരു കാഴ്ചയാണ് അനുഭവപ്പെടുന്നത്. ഈ ഒരു കാര്യം അതിന്റെ നിയന്ത്രകനായ, അതിന്റെ നാഥനായ അള്ളാഹുവിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അള്ളാഹു റബ്ബു സമാവാത്തി വൽ അർളു വമാ ബൈനഹുമ ആണ് എന്ന പോലെ തന്നെ അവൻ റബ്ബുൽ മശാരിഖുമാണ്, ഉദയസ്ഥാനങ്ങളുടെ നാഥൻ കൂടിയാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിധത്തിലുള്ള ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ അതിന്റെ അവതരണ കാലത്ത് ആളുകൾക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന പലതും വിശുദ്ധ ഖുർആനിൽ ഇനിയും അനാവരണം ചെയ്യപ്പെടേണ്ടതും പഠന വിധേയമാക്കി മനുഷ്യര് വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ടതുമായിട്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം കാര്യങ്ങളുണ്ട്, ഇനിയുമുണ്ട്. ഇവയെ പൊതുവായിട്ട് നമ്മൾ മുത്തശാബിഹാത്ത് എന്നാണ് പറയാറുള്ളത്. അത് ഓരോ കാലഘട്ടത്തിലെയും ശാസ്ത്രജ്ഞാനം അനുസരിച്ച് നമുക്ക് അത് സൂചിപ്പിക്കുന്നത് എന്ത് പ്രതിഭാസമാണ് എന്ന ഒരു തോന്നല് ഉണ്ടാകും. അതുകൊണ്ടുകൂടിയാണ് അതിന് മുത്തശാബിഹത്ത് എന്ന പേര് വിളിക്കുന്നത്. നമുക്കത് സാദൃശ്യമുള്ളതായിട്ട് തോന്നുകയാണ് ഒരു സംഗതിയോട്. അത് ആ സംഗതിയോടുള്ള സാദൃശ്യം ആ ഘട്ടത്തിലെ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളതാണ്. അതിന്റെ മുമ്പ് അത്രത്തോളം സാദൃശ്യം നമുക്ക് അനുഭവപ്പെട്ടോളണമെന്നില്ല. എന്നാൽ അതിനേക്കാൾ ഫലപ്രദമായ വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തില് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടലുകൾ പലതും പിന്നീട് ഉണ്ടാവാം. അപ്പോ ഈ ആയാത്തുകൾക്കുള്ള അർത്ഥസൂചന കുറച്ചുകൂടി വ്യാപ്തിയുള്ളതായിട്ട് മാറും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു സോഫാത്തിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇന്നലെ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അത് ഇന്നലെ ഉന്നയിക്കപ്പെട്ട ആ വിഷയം മാത്രം ഇപ്പോ പൂർണ്ണമായി അതിനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ചോദ്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലെ സമയം കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള പ്രതികരണങ്ങൾ നൽകാം. ഇന്നലെ ഉന്നയിക്കപ്പെട്ട ചോദ്യം, ദിവസം തുടങ്ങുന്നത് പകലാണെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയില് അത് ഏത് 27-നാണെങ്കിൽ 27-ന്റെ രാത്രിയിലല്ലേ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് എന്നതാണ്. അതിന് ഞാൻ ഇന്നലെ നൽകിയ മറുപടിയിൽ ഒരു എഡിഷൻ കൂടി വരുത്താനുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം, ഈ 27-ന്റെ രാത്രി പ്രതീക്ഷിക്കുക എന്നത് നിലവില് മുസ്ലിം ലോകം 26-ന്റെ രാത്രിയിലാണ് യഥാർത്ഥത്തില് ലൈലത്തുൽ ഖദർ കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒക്കെ അതിനുവേണ്ടി ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് എവിടെയോ വെച്ച് ചില പെശകുകൾ ഇത് സംബന്ധമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഖുർആന്റെ ആയാത്തുകളെ വിലയിരുത്തുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ പ്രായോഗികമായിട്ട് അതില് നമുക്ക് സങ്കീർണത ഒന്നും ഇല്ലതാണ്. ഒന്ന്, ഈ ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ഏതോ ഒരു രാത്രിയിലാണ് എന്നതാണ്. അതുകൊണ്ട് ആ അവസാനത്തെ 10 മുഴുവനായിട്ടും ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദാത്തുകളിൽ കഴിയണം എന്നതാണ് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് നമ്മൾ 27ന്റെ രാത്രി അതിനിരിക്കുക, അല്ലെങ്കിൽ 27ന്റെ രാത്രി അത്തരം സംഗതികളിലേക്ക് മുഴുകിയിരിക്കുക, എന്നിട്ട് ബാക്കി ദിവസങ്ങൾ അവഗണിക്കുക എന്നൊരു രീതി ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമല്ല. എന്നാൽ കൂടുതൽ സാധ്യതയുള്ള ചില ദിവസങ്ങൾ സൂചിപ്പിക്കപ്പെട്ടതായിട്ട് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം ദിവസങ്ങള് ആളുകള് അത് കാത്തിരിക്കുകയും അതിനു വേണ്ടിയുള്ള ആരാധനകൾക്കായിട്ടും അതുപോലെ ദൈവസ്മരണക്കൊക്കെ ആയിട്ട് അതിന് മാറ്റിവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതില് ദിവസത്തിന്റെ കൃത്യത മനസ്സിലാക്കുകയാണെങ്കിൽ യഥാർത്ഥത്തില് ഈ ഖുർആൻ പരാമർശിക്കുന്ന പലയിടങ്ങളിലുമായിട്ട് ഈ ലൈലത്തുൽ ഖദർ തന്നെ സൂറത്തുൽ ഖദറിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ വേറെ ചില ലൈലത്തുകളും ഉഹില്ലത്തിലേക്കും ലൈലത്ത് സിയാമി എന്ന് പറഞ്ഞുകൊണ്ട് അറഫസു ഇലാ നിസാഇക്കും എന്നൊക്കെ പറയുന്ന ആയത്തുകള്, അതിലൊക്കെയുള്ള ലൈലത്തിന്റെ പരാമർശം നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഒരു ദിനത്തെ, ഒരു പകലിനെ തുടർന്നുള്ള രാത്രിയെയാണ് പരാമർശിക്കുന്നത് എന്നത് ഭാഷാപരമായും ശാസ്ത്രീയമായിട്ടും നമുക്ക് ബോധ്യപ്പെടും. അത് അപ്പൊ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ചോദിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തില് 27ന്റെ രാത്രി തന്നെയാണ് ഖുർആന്റെ ആയത്തുകളുടെ സൂചന, പദങ്ങളുടെ സൂചന വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു വിഷയം പൊങ്ങി വരുന്നില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് കൃത്യമായിട്ട് പറയാൻ അടയാളങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവസാനത്തെ 10 എല്ലാ നാളുകളും അതിനു വേണ്ടി സജ്ജരാവുക, സന്നദ്ധരാവുക എന്നതാണ് അതിൽ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ. ഇനി ശാസ്ത്രീയമായ കൃത്യതയാണ് നമ്മൾ തേടുന്നതെങ്കിൽ ഖുർആന്റെ ആയാത്തുകൾ നൽകുന്ന സൂചന ഒരു പകലിനെ തുടർന്നുള്ള രാത്രി തന്നെയാണ്. കാരണം ഹത്ത മത്ലഇൽ ഫജ്ർ എന്ന് സൂറത്തുൽ ഖദറിൽ തന്നെ നമുക്ക് അതിനെ തുടർന്ന് പറയുന്നത് കാണാൻ കഴിയും. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ, അത് സൂര്യോദയം ഫജറിന്റെ ഉദയം വരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാത്രിയുടെ ശാന്തതയെ പരാമർശിക്കുകയാണ്. അപ്പൊ ലൈലത്ത് എന്നത് വിശുദ്ധ ഖുർആനില് എല്ലായ്പ്പോഴും ഒരു രാത്രി എന്ന് പരാമർശിക്കുന്ന വിധത്തിലല്ല, ആ പകലും കൂടി ഉൾപ്പെടുന്ന എന്നാൽ രാത്രിക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസം എന്ന അർത്ഥത്തിലാണ് പലയിടങ്ങളിലും ഖുർആൻ ഉപയോഗിക്കുന്നത്. അത് ഇപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത 40 നാളുകളെ പരാമർശിക്കാൻ വേണ്ടി അർബഈന ലൈല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ. 40 രാവുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ രാവ് മാത്രമല്ല പകലും ഉൾപ്പെടുന്ന ദിവസങ്ങളാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഈ ലൈലത്തുൽ ഖദറിന്റെ ആ നാളിനെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നത് അത് ഫജ്റിന്റെ ഉദയം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയമാണ്. അപ്പൊ ആ നാള് വിശുദ്ധ ഖുർആൻ അവതരിച്ച നാള് അതാണല്ലോ ലൈലത്തുൽ ഖദർ, അതിന്റെ ആവർത്തനമാണല്ലോ അത്. അപ്പൊ ആ പകലും ആ രാവും അത് അവസാനിക്കുന്നത്, ആ രാവ് അവസാനിക്കുന്ന മത്ലഉൽ ഫജ്റോട് കൂടിയാണ് എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പോ പകല് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്, ആ പകലിനെ തുടർന്ന് വന്ന രാവാണത്. പിന്നെ മുസ്ലിം സമൂഹത്തില് ഈ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് രാവ് എന്നൊരു സങ്കല്പം മറ്റെല്ലാ സമൂഹങ്ങളിലും ഉള്ള പോലെ തന്നെ അത് ഇസ്ലാമിക സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ ന്യൂ ഇയർ ഈവ് അല്ലെങ്കിൽ നമ്മളെ ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി, അതുപോലെ എല്ലാ പെരുന്നാരാവ്, തലോമ്പ് രാവ് എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ. ഈ രാവ് യഥാർത്ഥത്തില് ആ ദിവസത്തിന്റെ രാത്രിയല്ല, തലേന്ന് രാത്രിയാണ്. കല്യാണ രാവ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15-നാണ് കല്യാണം വെച്ചിട്ടുള്ളതെങ്കിൽ 14-ന്റെ രാത്രിയാണ് യഥാർത്ഥത്തിൽ കല്യാണ രാവായിട്ട് നമ്മൾ പരിഗണിക്കാറുള്ളത്.
അപ്പൊ അത് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ഈവന്റിന്റെ അതിനുള്ള തയ്യാറെടുപ്പും അതിനുള്ള മാനസികമായ സജ്ജമാകലും ഒക്കെ നടക്കുന്ന ഒരു രാവ് എന്നുള്ള നിലക്കാണ് അത് പറയുന്നത്. അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളാണ്. അത് ഒരു ആശയക്കുഴപ്പം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ ആയാത്തുകൾ നൽകുന്ന സൂചന വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് പറയത്തക്ക വ്യത്യാസമൊന്നും ഉണ്ടാക്കാനും പോകുന്നില്ല എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ ചോദ്യം, അതിനോടുള്ള പ്രതികരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ഇത് സംബന്ധമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വേറെ തന്നെ ഒരു സെഷൻ മാറ്റി വെക്കേണ്ടി വരും. കാരണം ഒരുപാട് ആയാത്തുകളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ വിഷയം വിലയിരുത്താൻ. അതുകൊണ്ടാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.